ഇപ്പോൾ SLCയുടെ റിസൾട്ടൊക്കെ വരാറായപ്പോഴേ കുറേ കുട്ടികൾ ഭയങ്കര പേടി, ടെൻഷൻ, അങ്ങനെ കുറച്ച് ട്രോമ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വിജയം എന്തായിരിക്കും, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എങ്ങനെയായിരിക്കും, അടുത്ത ഉപരിപഠനമൊക്കെ ടെൻഷനുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം ഒരു മോട്ടിവേഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കാലഘട്ടത്തിൽ SLC പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് പേടിയോ? പിന്നെ പണ്ട് ഞാൻ പഠിപ്പിച്ചപ്പോഴേ ഒരു 10 വർഷം മുന്നേ അന്ന് എൻ്റെ അടുത്തൊരു പയ്യൻ ഫൂളിൻ്റെ സ്പെല്ലിംഗ് എന്തോ ചേട്ടാന്ന് എന്നോട് ചോദിക്കുകയാണ്. FOL ആണോ FUL ആണോ? അവൻ ഇംഗ്ലീഷിന് A+. അവൻ ഇംഗ്ലീഷിന് A+ കിട്ടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പോക്ക് ഈ രീതിയിലായ കാലഘട്ടത്തിൽ എന്തിനാ മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എഡ്യൂസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. എഡ്യൂസ് എന്നാൽ ടു ഡ്രാ ഔട്ട് എന്നാണ്, പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. സാ വിദ്യ യാ വിമുക്ത എന്നാണ് പറയുന്നത്. യാതൊന്നാണോ നമ്മെ സ്വതന്ത്രമാക്കുന്നത്, അതാണ് വിദ്യ. അപ്പോൾ നിങ്ങൾ ആരും ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് മേടിച്ചവരാരും ജീവിതത്തിൽ വലിയ ഉയരങ്ങളൊന്നും കീഴടക്കിട്ടൊന്നുമില്ല. ഒരുപാട് 85%, 85% ഓഫ് പീപ്പിൾ ഗോസ് ആർ സക്സസ് ഇൻ ദ വേൾഡ്. ദേ ഹാവ് ഓൺലി ബേസിക് എഡ്യൂക്കേഷൻ എന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും ഒരു സ്റ്റഡി തന്നെ ഉണ്ട്. ഇപ്പം ബിൽഗേറ്റ്സ് ആയാലും ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്നും തന്നെ ഇവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ പഠന ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ ഒന്നും സക്സസ് ആയവരല്ല. സ്വയം സൃഷ്ടിച്ചവരാണ്, സ്വയം തിരിച്ചറിഞ്ഞവരാണ്. അപ്പം നിങ്ങൾക്കുള്ള യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരിടമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവിടേക്ക് യാത്ര തുടരൂ, ജീവിതം പഠിക്കൂ, അനുഭവങ്ങൾ പഠിക്കൂ. റിയൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ആഫ്റ്റർ ലീവിങ് ഫ്രം ഓൾ ദ യൂണിവേഴ്സിറ്റീസ് എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോഴ്സുണ്ട്. യഥാർത്ഥ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് നമ്മൾ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷയുടെ മാർക്കിനെ കുറിച്ച് ആലോചിച്ച് രക്ഷകർത്താക്കൾ ഭയക്കണ്ട, മറ്റാരും ഭയക്കണ്ട. വ്യക്തിപരമായിട്ട് ഞാനെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ വൈഫിനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, പരീക്ഷയിൽ തോൽക്കാൻ പഠിക്കൂ. തോൽക്കുന്നവന് മാത്രമേ വിജയത്തിൻ്റെ സാധ്യത കണ്ടെത്താൻ പറ്റൂ. പരാജയപ്പെട്ടു വരുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമില്ല. ജീവിതത്തിൽ വിജയിക്കുന്ന സമയത്തേക്കുള്ളൊരു യാത്രയുടെ തുടക്കം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് SLC പരീക്ഷയോ +2 ഒന്നും പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ, നിങ്ങൾക്ക് മെഡിസിന് പോകണമെങ്കിൽ, നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് പോകണമെങ്കിൽ, അതാത് എൻട്രൻസ് എഴുതി പാസ്സാകണം എന്നൊരു മാനദണ്ഡം നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നന്നായി പഠിക്കുക. അതല്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് കരുതി ആരും മോശക്കാരാവുന്നില്ല. യേശുദാസ് ഒരു ഡോക്ടറാവുന്നതല്ലായിരുന്നു നമ്മുടെ നാടിന് ആവശ്യം, അദ്ദേഹം പാട്ടുകാരനാവുന്നതായിരുന്നു നമ്മുടെ നാടിന് ആവശ്യം. സച്ചിൻ ടെണ്ടുൽക്കറുടെ കയ്യിൽ ബാറ്റ് എടുത്ത് കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അദ്ദേഹത്തിനെ പഠിപ്പിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കുന്നതല്ല വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ചോദ്യത്തിന് നന്ദി, താങ്ക് യു. ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കൊള്ളാവുന്നൊരു ചോദ്യം ഞാൻ ജീവിതത്തിൽ നാട്ട് കേൾക്കുന്നത്. അത് വേറെ കുട്ടി പറഞ്ഞെന്ന് ചോദ്യമായിരുന്നു. അതെന്തായാലും അപ്പൊ അതെനിക്ക് തോന്നി ഇവിടുന്ന് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ കുറെ പേരുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും, ഇപ്പോഴും വന്നോണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, എപ്പോഴായിരിക്കും ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഇതിനകത്ത് എനിക്ക് ആകെ ഒരു വിഷമമുള്ളത്, കുറഞ്ഞ പക്ഷം പല ആൾക്കാരും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുത ഇല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്നതൊക്കെ തന്നെ 10 സെക്കൻഡുകളിലോ 30 സെക്കൻഡുകളിലോ അടർത്തിയെടുത്ത ക്ലിപ്പുകളാണ്. അതിന് വളരെ ലളിതമായൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിടുന്ന വസ്ത്രത്തിൻ്റെ അണ്ടർവെയർ മാത്രം കാണിച്ചിട്ട് ഇതാണ് ഇവൻ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ഇടുന്നത് ഇടണമെങ്കിലല്ലേ നമ്മൾ ഫുൾ വസ്ത്രം ഇട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഒരാൾ ഒരു ടോട്ടൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത് മനസ്സിലാക്കുക. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് കാണിക്കാൻ ഏറ്റവും ദാരുണമായ ഒരു വീടിൻ്റെ അവസ്ഥ ഞാൻ ഷൂട്ട് ചെയ്ത് ലോകത്തിന് മുമ്പിൽ കാണിച്ചാൽ കേരളം കാണാത്തവൻ വിചാരിക്കും കേരളം ഇങ്ങനെയാണെന്ന്. ഇനി തിരിച്ച് കേരളം മനോഹരമാണെന്ന് കാണിക്കാൻ യൂസഫ് അലി സാഹിബിൻ്റെ വീടോ ആസാദ് മൂപ്പൻ്റെയൊക്കെ വീടോ എടുത്ത് പ്രചരിപ്പിച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇതുമല്ല കേരളം. അപ്പോൾ അവിടുന്നും ഇവിടുന്നും അടർത്തിയെടുക്കുന്നതല്ല സത്യമെന്ന് മനസ്സിലാക്കുക. സത്യം എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞു കഴിയുന്ന സമയത്ത് ഇന്ന് തന്നെ കുറ്റപ്പെടുത്തിയവർ എന്നെ സ്നേഹിച്ചോളും. ബിഗ് ബോസ് സമയത്ത് ഇതുപോലായിരുന്നു. തുടക്കത്തിൽ അതിശക്തമായ അറ്റാക്കായിരുന്നു. പക്ഷേ തൃക്കാക്കരയിൽ മെയ് 4-ാം തീയതി ഞാൻ ജയിച്ചു കഴിയുമ്പോൾ ഈ പൂക്കി വിളികൾ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കയ്യടികളാക്കി മാറ്റി.